നമ്മുടെ മുളക് കുഞ്ഞുങ്ങളെ കണ്ട ആ കൂടെ ഇതാ കണ്ട 1 2 3 ഇവിടെ ഒരു കുഞ്ഞു ചെടി. ഇത് കായ്ച്ചിട്ടില്ല. ഇതെവിടെ ഒരു കുഞ്ഞു ചെടി. 4 പേരാണ് നിൽക്കുന്നത്. അവരിൽ നിന്ന് കിട്ടിയ എനിക്ക് മുളക് കണ്ട. എന്തായാലും ഓണത്തിനുള്ള മുളകായി. മുളക് നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഒരു പാത്രത്തിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മുളക് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. അപ്പം എനിക്ക് ഓണത്തിനുള്ള മുളകായി. ഇത് കണ്ട കൊലയായിട്ടാണ് ഇരിക്കുന്നത്. കണ്ട ഇതാ ഒരു കിലോ മുളക് ഞാൻ അങ്ങനെയും പറിച്ചെടുത്ത്. ഇത് കണ്ട നല്ല എരിയാട്ടോ, നല്ല എരിയുള്ള മുളകാണ്. കുറച്ച് എന്തായാലും ഞാൻ ഇന്ന് തൊട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയാലും ഓണം വരെ എനിക്ക് ഈ മുളക് ഉണ്ടാവും. ഞാൻ കൂടുതലും എല്ലാത്തിലും പച്ചമുളക് അരയ്ക്കുന്നത്. ഇതേണ്ട വറ്റൽമുളക് അത്യാവശ്യം തോരനൊക്കെ മിക്കവാറും എല്ലാം പച്ചമുളക് കൊണ്ടാണ് വയ്ക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ നല്ല ശുദ്ധമായ പച്ചമുളക് കിട്ടുമ്പോൾ നമ്മൾ പിന്നെ വറ്റൽമുളക് കുറച്ച് ഉപയോഗിച്ചാൽ മതിയല്ലോ. എന്താ നമ്മുടെ ബീട്രൂട്ട് തോരൻ പിന്നെ ക്യാരറ്റ് തോരൻ, ഈ 2 തോരനും ഞാൻ പച്ചമുളക് അരച്ചിട്ട് മുളക് പൊടി ഇടും. അല്ലാതെ പയർ, പടവലങ്ങ അങ്ങനെയൊക്കെ എല്ലാ കോവയ്ക്ക എല്ലാ തോരനും ഞാൻ പച്ചമുളകാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഇനിയുണ്ട് കേട്ടോ, ഇനി 1-2 ഇനി കുറച്ചുകൂടെ പറിച്ചെടുക്കാനുണ്ട്. കണ്ടോ ഞാൻ കുറേയൊക്കെ ഇവിടെ വിട്ടിട്ടുണ്ട്. അത് ഇച്ചിരി കൂടെ ആകട്ടെ എന്ന് വെച്ച്. ഇതൊന്നും ഞാൻ അധികം വളം പോലും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. ഇന്ന് പക്ഷേ നമ്മുടെ വിളവെടുത്ത കാരണം ഒന്ന് ഇച്ചിരി വളം ഇട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് അവർ നമുക്ക് ഇത്രയും മുളകൊക്കെ തന്നില്ലേ. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ ആഹാരം. വെള്ളം മാത്രം കൊടുത്താൽ പോരല്ലോ. അത് കാരണം ഇന്ന് ഞാനൊരു നല്ല കൂട്ടുവളം എടുത്ത് വെച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അവരൊക്കെ കുറച്ചുകൂടെ ഹാപ്പിയാവും. ഇത് ഫ്രിഡ്ജിനകത്ത് ഞാൻ ഇതിന് മുന്നേ എടുത്ത് ഫ്രിഡ്ജിനകത്ത് ഞാനിത് ഒന്ന് കഴുകി വെള്ളമൊക്കെ പോയതിന് ശേഷം ആണ് ഞാൻ വയ്ക്കുന്നത്. ഞാനൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാൽ നമുക്ക് എത്ര ദിവസം ഇരിക്കും. ഇതിന് ഞാനിനി ആർക്കെങ്കിലും കുറച്ചൊക്കെ കൊടുക്കും കേട്ടോ. ബാക്കിയേ ഞാൻ വയ്ക്കാറുള്ളൂ. എന്താ പച്ചമുളകാണ് എനിക്കിപ്പോൾ കടയിൽ നിന്ന് മേടിക്കാൻ ഏറ്റവും വിഷമമുള്ള കാര്യം. പച്ചമുളക് നമുക്ക് നമ്മുടെ വീട്ടിൽ വേറെ നമ്മുടെ ജൈവ രീതിയിലുള്ള മാർഗ്ഗങ്ങൾ മാത്രമേ അടിച്ചു കൊടുക്കാറുള്ളൂ. ഞാനാണെങ്കിൽ ഈ വളങ്ങൾ ചുവട്ടിലിട്ട് കൊടുക്കും. പക്ഷേ എനിക്ക് സ്പ്രേ ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര മടിയാണ് എനിക്ക്. അത് കാരണം അങ്ങനെ അധികം ഒന്നും സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടില്ല. ഇടയ്ക്ക് സൂഡോമോണസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ട്രൈക്കോഡർമ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത്. അല്ലാതെ എനിക്ക് ഭയങ്കര മടിയാണ് എന്തെങ്കിലും സ്പ്രേ ചെയ്യാനായിട്ട്. ചുവട്ടിലുള്ളത് എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അല്ലാതെ കിട്ടുന്ന ഈ പച്ചമുളക് നമുക്ക് അത്രയും അമൂല്യമാണ് നമുക്ക് നമ്മുടെ മുളക്. ഇതുപോലെ കുറച്ച് പച്ചമുളകെങ്കിലും വയ്ക്കാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കണേ. നല്ല കൊലമായിട്ട്. അപ്പോൾ കുറച്ചും കൂടെ ഇതിൻ്റെ മുളക് തന്നെ 1-2 പഴുത്ത് വരുന്നുണ്ട്. അതൊക്കെ വിട്ടിരുന്ന് കുറച്ചുകൂടെ ഒന്ന് ഈ പച്ചമുളക് തന്നെ വെച്ചെടുക്കാമെന്ന് ഓർക്കുന്നു ഞാൻ. അപ്പം എല്ലാവർക്കും എല്ലാവർക്കും നല്ലൊരു മുളക് ദിനം.